Good morning. Today we are going to take a new short story, Boli. It is written by the famous Indian author K. Abbas. The story talks about a girl named Sulega, majorly called Boli. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോലി എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഥർ കെ അബ്ബാസ് ആണ്. ഈ ഒരു കഥയിലൂടെ നമ്മൾ സുലേഖ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. സുലേഖ യഥാർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്നത് ബോലി എന്നുള്ളതായിരുന്നു. ആൻഡ് ത്രൂ ദ സ്റ്റോറി ദ ഓഥർ discusses the themes of education, self-empowerment and societal expectations and the journey of a self-discovery and transformation of a girl, Boli. ഈ ഒരു കഥയിലൂടെ ഓഥർ കാണിച്ചു തരുന്നത് വിദ്യാഭ്യാസത്തിന്റെയും അതുപോലെ തന്നെ സെൽഫ് എംപവർമെന്റിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. കൂടാതെ ബോലി എന്ന പെൺകുട്ടി തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത സെൽഫ് ഡിസ്കവറി അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം ആണെന്ന് ഇതിനകത്ത് ഓഥർ നമുക്കായി കാണിച്ചിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ദ സ്റ്റോറി. Her name was Sulega, but since her childhood everyone had been calling her Boli the simpleton. ഇവിടെ ഈ ഒരു കഥ സുലേഖയെ കുറിച്ചാണ്. പക്ഷെ സിൻസ് ഹർ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ അവൾ അറിയപ്പെട്ടിരുന്നു, അവളെ എല്ലാവരും വളരെ സ്നേഹത്തോടെ ബോലി എന്ന് വിളിച്ചു. She was the fourth daughter of Namberdar Ramlal. When she was 10 months old, she had fallen off the coat on her head and perhaps it had damaged some part of her brain. That was why she remained backward child and came to be known as Boli. നമ്പേർദാർ റാംലാലിന്റെ നാലാമത്തെ മകളായിരുന്നു ബോലി. 10 മാസമുള്ള സമയത്ത് ബോലി കുട്ടിയായിരുന്ന സമയത്ത് she had fallen off the coat on her head and perhaps it had damaged. കുട്ടിയായിരുന്ന സമയത്ത് ബോലി കട്ടിൽ നിന്ന് വീഴുകയും അവളുടെ ബ്രെയിനിന്റെ തലയുടെ ഒരു ഭാഗം ഡാമേജ് ആവുകയും ചെയ്യാണ്. അത് അവളുടെ ബ്രെയിനിനെ കൂടുതലായിട്ട് ബാധിച്ചു. ദാറ്റ് വാസ് വൈ ഷി റിമൈൻഡ് എ ബാക്ക്വേർഡ് ചൈൽഡ്. ആയതുകൊണ്ട് തന്നെ അവൾ പിന്നീട് എന്ത് ചെയ്യാണ്, അത് അവളുടെ ബ്രെയിനിനെ വളരെ സാരമായ രീതിയിൽ ബാധിച്ചതിനാൽ അവൾ ഒരു ബാക്ക്വേർഡ് ചൈൽഡ് ആയി തീരുകയാണ് ചെയ്തത്. അറ്റ് ബർത്ത് ദ ചൈൽഡ് വാസ് വെരി ഫെയർ ആൻഡ് പ്രിറ്റി. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ കുട്ടിക്കാലത്ത് ജനിച്ച സമയത്ത് അതുപോലെ തന്നെ ആ ഒരു ചൈൽഡ് ആയിരുന്ന സമയത്ത് ഷി വാസ് വെരി ഫെയർ ആൻഡ് പ്രിറ്റി, നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു കുട്ടിയായിരുന്നു. ബട്ട് വെൻ ഷി വാസ് 2 years old ഷി ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 2 വയസ്സുള്ള സമയത്ത് ആൾക്ക് സ്മോൾ പോക്സ് വരികയാണ് ചെയ്തത്. ദെൻ ഓൺലി ദ ഐസ് വേർ സേവ്ഡ്. അന്ന് അസുഖം വന്ന സമയത്ത് അവളുടെ കണ്ണുകൾ മാത്രമാണ് അതിൽ നിന്ന് മുക്തമായത്. ബട്ട് ദ എൻറ്റയർ ബോഡി വാസ് പെർമനന്റ്ലി ഡിസ്ഫിഗേർഡ് ബൈ ദി ബ്ലാക്ക് പോക്ക്മാർക്സ്. അവളുടെ മറ്റുള്ള ശരീരഭാഗങ്ങളിൽ മുഴുവൻ എന്ത് ചെയ്തു, ഡീപ് ബ്ലാക്ക് പോക്ക് മാർക്സ് വരികയാണ്. അതോടുകൂടി അവളുടെ ആ ഒരു നല്ല ഭംഗിയുള്ള വെളുത്ത രൂപം എന്ത് ചെയ്യാണ്, ഒരു ഒട്ടും വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ എന്താണ് ഒരു വികൃത രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ലിറ്റിൽ സുലേഖ കുഡ് നോട്ട് സ്പീക്ക് ടിൽ ഷി വാസ് 5 ആൻഡ് വെൻ അറ്റ് ലാസ്റ്റ് ഷി ലേൺ ടു സ്പീക്ക് ഷീ സ്റ്റാമേർഡ്. ലിറ്റിൽ സുലേഖ ഒരു 5 വയസ്സ് വരെ അവൾ സംസാരിച്ചിരുന്നില്ല. പിന്നീട് അവൾ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്യാണ്, ഷീ സ്റ്റാമേർഡ്. അവൾ വിക്കിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ദ അതർ ചിൽഡ്രൻ ഓഫൺ മെയ്ഡ് ഫൺ ഓഫ് ഹർ ആൻഡ് മിമിക്ഡ് ഹർ. ആസ് എ റിസൾട്ട് ഷീ ടോക്ക്ഡ് വെരി ലിറ്റിൽ. മറ്റുള്ള കുട്ടികൾ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവളെ കളിയാക്കുകയും അവളെ വെച്ച് തമാശ പറയുകയൊക്കെ ചെയ്ത സമയത്ത് അതിന്റെ ഒരു ഫലം എന്നോണം എന്ത് ചെയ്തു, ഷീ ടോക്ക്ഡ് വെരി ലിറ്റിൽ. നമ്മുടെ സുലേഖ അല്ലെങ്കിൽ ബോലി എന്ത് ചെയ്യാണ്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയാണ് ചെയ്തത്. ഓക്കെ. റാംലാൽ ഹാഡ് 7 children. റാംലാലിന് 7 കുട്ടികളായി. 3 sons and 4 daughters. അതില് 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ആൻഡ് ദ യങ്ങസ്റ്റ് ഓഫ് ദം വാസ് ബോലി. അതിൽ ഏറ്റവും ഇളയ ആളായിരുന്നു ബോലി. ഇറ്റ് വാസ് എ പ്രോസ്പെറസ് ഫാമേഴ്സ് ഹൗസ് ഹോൾഡ് ആൻഡ് ദർ വാസ് പ്ലന്റി ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. റാംലാൽ വളരെ റിച്ച് ആയിരുന്ന ഒരാളാണ്, വളരെ ഫേമസ് ആയിരുന്ന, ഏറ്റവും സമ്പന്നനായിരുന്ന ഒരു ആളായിരുന്നു. ആയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടില് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഓൾ ദ ചിൽഡ്രൻ എക്സെപ്റ്റ് ബോലി വേർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. എല്ലാ കുട്ടികളും വളരെ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ബോലി മാത്രം അങ്ങനെയല്ലായിരുന്നു. ദ സൺസ് ഹാഡ് ബീൻ സെന്റ് ടു ദ സിറ്റി ടു സ്റ്റഡി ഇൻ സ്കൂൾസ് ആൻഡ് ലേറ്റർ ഇൻ കോളേജസ്. അദ്ദേഹത്തിന്റെ
ആൺമക്കളൊക്കെ എന്ത് ചെയ്തു? സിറ്റിയിലെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞയച്ചു. ഓഫ് ദ ഡോട്ടേഴ്സ്, രാധ ദ എൽഡസ്റ്റ് ഹാഡ് ഓൾറെഡി ബീൻ മാരീഡ്. അദ്ദേഹത്തിന്റെ മൂത്ത മകളായ രാധ വിവാഹം കഴിപ്പിച്ചയച്ചു. ദ സെക്കൻഡ് ഡോട്ടർ, രണ്ടാമത്തെ മകളായ മംഗളാസ് മാരേജ് ഹാഡ് ഓൾസോ ബീൻ സെറ്റിൽഡ്. രണ്ടാമത്തെ മകളായ മംഗളയുടെ വിവാഹം എന്ത് ചെയ്തു? ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആൻഡ് വെൻ ദാറ്റ് വാസ് ഡൺ, രാംലാൽ വുഡ് തിങ്ക് ഓഫ് ദ തേർഡ്, ചമ്പ. മൂന്നാമത്തെ മകളായിരുന്നു ചമ്പ. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ്. അപ്പൊ രണ്ടാമത്തെ പെൺകുട്ടിയുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചു. ആൻഡ് മൂന്നാമത് ചമ്പയായിരുന്നു. ദേ വർ ഗുഡ് ലുക്കിംഗ് ഹെൽത്തി ഗേൾസ്. എല്ലാവരും കാണാൻ അതിസുന്ദരികളായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ബ്രൈഡ് ഗ്രൂംസ് ഫോർ ദം. ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും നല്ല വരന്മാരെ കിട്ടാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബട്ട് രാംലാൽ വാസ് വറീഡ് അബൌട്ട് ബോലി. ഷി ഹാഡ് നൈദർ ഗുഡ് ലുക്സ് നോർ ഇന്റലിജൻസ്. ആയതുകൊണ്ട് തന്നെ രാംലാലിന് തന്റെ മറ്റ് 3 പെൺകുട്ടികളെ കുറിച്ച് യാതൊരുവിധ ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബോലിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. ഹി വാസ് ലിറ്റിൽ വറീഡ്. കാരണം എന്തായിരുന്നു? ഷി ഹാഡ് നെയ്തർ ഗുഡ് ലുക്സ് നോർ ഇന്റലിജൻസ്. അവളെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവൾക്ക് ബുദ്ധിപരമായിട്ടുള്ള കുറച്ച് ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഈ ഒരു സ്റ്റോറിയെ കുറിച്ചാണ്, എന്താണ്, ബോലി എന്നുള്ള കുട്ടിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ബോലിയുടെ ലൈഫ് എങ്ങനെയാണ് ഇങ്ങനെ ആയി തീർന്നത് എന്നുള്ളതിനെ കുറിച്ച് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ ആ ഒരു കഥ ഒന്നുകൂടി ചുരുക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇതിനെ കണക്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. Then here given the next section 2. Boli was 7 years old when Mangla was married. അങ്ങനെ രാംലാലിന്റെ രണ്ടാമത്തായ മകളുടെ വിവാഹം കഴിഞ്ഞു. അന്ന് ബോലിക്ക് 7 വയസ്സായിരുന്നു. The same year a primary school for girls was opened in their village. അങ്ങനെ അതേ വർഷം തന്നെ അവരുടെ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൈമറി സ്കൂൾ ഓപ്പൺ ചെയ്യാണ്. The Tahsildar Sahib came to perform its opening ceremony. He said to Ramlal, as a revenue official, you are the representative of the government in the village, and so you must set an example to the villagers. You must send your daughters to school. അപ്പോ അവിടെ ഈ സ്കൂളിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്ന തഹസിൽദാർ സാഹിബ് രാംലാലിനോട് പറയാണ്, താങ്കൾ എന്താണ്, ഒരു റവന്യൂ ഒഫീഷ്യൽ ആണ്. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ താങ്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവണം, അല്ലെ? എങ്ങനെയാണ് എക്സാമ്പിൾ ആവേണ്ടത്? യു മസ്റ്റ് സെൻഡ് യുവർ ഡോട്ടേഴ്സ് ടു സ്കൂൾ. നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. കാരണം ഈ ഒരു സ്കൂൾ എന്താണ്? ദ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് ആണ്. അപ്പോ അന്നത്തെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾക്ക് എന്താണ്, വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെയാണ് തഹസിൽദാർ രാംലാലിനോട് പറഞ്ഞത്, അല്ലെ, എന്താണ്, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെൺകുട്ടികളെ എന്ത് ചെയ്യണം? സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. ദാറ്റ് നൈറ്റ് വെൻ രാംലാൽ കൺസൾട്ടഡ് ഹിസ് വൈഫ് ഷി ക്രൈഡ്. അല്ലെ, അന്ന് രാത്രി രാംലാൽ തന്റെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കാണ്, ആർ യു ക്രേസി? ഇഫ് ഗേൾസ് ഗോ ടു സ്കൂൾ വിൽ മാരി ദം. അല്ലെ, നിങ്ങൾ എന്താണ്, അല്ലെ, നിങ്ങൾ എന്താ പറയുന്നത്? ആർ യു ക്രേസി? നിങ്ങൾ ക്രേസി ആണോ? അല്ലെ, പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാൽ പിന്നെ അവരെ ആരാണ് വിവാഹം ചെയ്യുക എന്ന് ചോദിക്കാൻ. ബട്ട് രാംലാൽ ഹാഡ് നോട്ട് ദ കറേജ് ടു ഡിസൊബേ ദ തഹസിൽദാർ. അല്ലേ, പക്ഷെ രാംലാലിന് തഹസിൽദാറിന്റെ വാക്കുകൾ ധിക്കരിക്കാനും കഴിയില്ല. അവസാനം അറ്റ് ലാസ്റ്റ് ഹിസ് വൈഫ് സെഡ്, ഐ വിൽ ടെൽ യു വാട്ട് ടു ഡു. അല്ലെ, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യാണ്? ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാണ്. എന്താണ് സൊല്യൂഷൻ? സെൻഡ് ബോലി ടു സ്കൂൾ. ബോലിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം. As it is, there is little chance of her getting married with her ugly face and lack of sense. അല്ലെ, കാരണം എന്താണ്? ബോലിയെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? വിത്ത് ഹെർ അഗ്ലി ഫേസ് ആൻഡ് ലാക്ക് ഓഫ് സെൻസ്. അല്ലെ, അവൾക്ക് ഒരുപാട് ശാരീരിക അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവളുടെ വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബോലിയെ സ്കൂളിലേക്ക് അയക്കാം. ലെറ്റ് ദ ടീച്ചേഴ്സ് അറ്റ് സ്കൂൾ വറി അബൌട്ട് ഹർ. അല്ലെ, ടീച്ചേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവളെ കുറിച്ച് വറീഡ് ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ. അങ്ങനെ ദ നെക്സ്റ്റ് ഡേ രാംലാൽ കോട്ട് ബോലി ബൈ ദ ഹാൻഡ് ആൻഡ് സെഡ്, കം വിത്ത് മീ, ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ. അങ്ങനെ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു? ബോലിയോട് രാംലാൽ വന്ന് പറയാണ്, എന്റെ കൂടെ വരൂ, ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ, ഞാൻ നിന്നെ സ്കൂളിലാക്കി തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എന്തായിരുന്നു ബോലിയുടെ
അവസ്ഥ എന്തായിരുന്നു? ഷി വാസ് ഫ്രൈറ്റൻഡ്, അവളാകെ പേടിച്ചു. ഷി ഡിഡ് നോട്ട് നോ വാട്ട് എ സ്കൂൾ വാസ് ലൈക്ക്, അവൾക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു സ്കൂൾ എന്നുള്ളത്. She remembered how a few days ago their old cow Lakshmi had been turned out of the house and sold. അപ്പോ എങ്ങനെയാണ് ഒരു സ്കൂൾ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല, എങ്ങനെയായിരിക്കും സ്കൂളിലെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല. പക്ഷെ അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. ഷീ റിമെമ്പേർഡ് വൺ തിങ്. എന്തായിരുന്നു? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, എ ഫ്യൂ ഡേയ്സ് എഗോ, അവരുടെ കൗ, അവരുടെ വീട്ടിലൊരു പശു ഉണ്ട്, ലക്ഷ്മി. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിൽ നിന്ന് അതിനെ വിറ്റു. അപ്പൊ അതിന് ദൂരേക്ക് കൊണ്ടുപോയി. അതാണ് അവളുടെ മൈൻഡിലേക്ക് വന്നത്, അല്ലേ? പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവൾക്ക് എന്തുണ്ട് അല്ലെ, സ്റ്റാമർ ഉണ്ട്. എന്താ സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്കി സംസാരിക്കുകയാണ്, അല്ലെ? നോ 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 എന്ന് പറയുന്നുണ്ട് ആള്. ഷി ഷൗട്ടഡ് ഇറ്റ് ടെറർ ആൻഡ് പുൾഡ് ഹർ ഹാൻഡ് എവേ ഫ്രം ഹർ ഫാദേഴ്സ് ഗ്രിപ്പ്, അല്ലെ? അച്ഛന്റെ കൈ വിട്ടിട്ട് എന്ത് ചെയ്യാണ് ആൾ അവിടെ നിന്ന്, അല്ലെ, തള്ളി പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ്? കാരണം അവള് ചിന്തിക്കുന്നത് അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട പശുവിന്റെ അവസ്ഥ തന്നെയായിരിക്കും തനിക്ക് ഒരിക്കലും പിന്നീട് തന്റെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് ആര് ചിന്തിക്കുകയാണ്? ബോലി ചിന്തിക്കുകയാണ്. വാട്ട്സ് ദ മാറ്റർ വിത്ത് യു യു ഫൂൾ, അല്ലെ? രാംലാലിന് ദേഷ്യം വന്നു. രാംലാൽ എന്ത് ചെയ്യാണ്? ഷൗട്ട് ചെയ്യാണ്, അല്ലെ? എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. ഐ എം ഓൺലി ടേക്കിംഗ് യു ടു സ്കൂൾ, അല്ലെ? ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഹി ടോൾ ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ലെറ്റ് ഹെർ വെയർ സം ഡീസന്റ് ക്ലോത്ത് ടുഡേ. നല്ല കുറച്ച് വൃത്തിയുള്ള ഡ്രസ്സുകൾ ആർക്ക് കൊടുക്കാൻ? ബോലിക്ക് കൊടുക്കാൻ പറയാണ്. എൽസ് വാട്ട് വിൽ ദ ടീച്ചേഴ്സ് ആൻഡ് ദ അതർ സ്കൂൾ ഗേൾസ് തിങ്ക് ഓഫ് us when they see her? മറ്റുള്ള സ്കൂൾ ഗേൾസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ ഇവളെ ഈ ഒരു വേഷത്തിൽ കണ്ടാൽ എന്തായിരിക്കും അവർ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, അല്ലേ എന്നവർ പറയാണ്. അങ്ങനെ ന്യൂ ക്ലോത്ത്സ് ഹാഡ് നെവർ ബീൻ മെയ്ഡ് ഫോർ ബോലി, അല്ലേ? സത്യത്തില് ബോലിക്ക് വേണ്ടിയിട്ട് പുതിയ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദ ഓൾഡ് ഡ്രസ്സസ് ഓഫ് ഹർ സിസ്റ്റേഴ്സ് വെർ പാസ്ഡ് ഓൺ ടു ഹർ. അവളുടെ എൽഡർ സിസ്റ്റേഴ്സിന്റെ ഡ്രസ്സുകൾ എന്ത് ചെയ്യാണ്? അത് പഴയതാകുമ്പോൾ അവര് പുതിയത് വാങ്ങിക്കുമ്പോൾ അതൊക്കെ എന്ത് ചെയ്തു? ബോലിക്ക് കൊടുക്കുകയാണ് സ്ഥിരമായി ചെയ്തിരുന്നത്. നോ വൺ കെയർഡ് ടു മെൻഡ് ഓർ വാഷ് ഹർ ക്ലോത്ത്സ്. ആരും തന്നെ അവളുടെ ഡ്രസ്സുകൾ എടുത്തു വെക്കാനോ അല്ലെങ്കിൽ എന്താണ് കഴുകാനോ താല്പര്യപ്പെട്ടില്ല. ബട്ട് ടുഡേ ഷി വാസ് ലക്കി ടു റിസീവ് എ ക്ലീൻ ഡ്രസ് വിച്ച് ഹാഡ് shrunk ആഫ്റ്റർ മെനി വാഷിംഗ്സ് ആൻഡ് നോ ലോങ്ങർ ഫിറ്റഡ് ചമ്പ. പക്ഷെ ഇത്തവണ അവൾക്ക് വളരെ നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സാണ് കിട്ടിയത്, അല്ലെ? അത് ആരുടേതായിരുന്നു? അത് ചമ്പയുടെ ഡ്രസ്സായിരുന്നു. ഷി വാസ് ഈവൻ ബാത്ത്ഡ് ആൻഡ് ഓയിൽ വാസ് റബ്ഡ് ഇൻ ടു ഹർ ഡ്രൈ ആൻഡ് മാറ്റഡ് ഹെയർ. അങ്ങനെ അവള് നല്ല വൃത്തിയായി കുളിച്ചു, മുടിയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചു. ഓൺലി ദെൻ ഷി ഡിഡ് ബിഗിൻ ടു ബിലീവ് ദാറ്റ് ഷി വാസ് ബീയിങ് ടേക്കൺ ടു എ പ്ലേസ് ബെറ്റർ ദാൻ ഹർ ഹോം. അപ്പൊ അവള് തിരിച്ചറിയണം, എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് പറയുന്നുണ്ട്, അല്ലെ? ടേക്കൺ ടു എ പ്ലേസ് ബെറ്റർ ദാൻ ഹർ ഹോം, അല്ലെ? ഇപ്പൊ അവള് താമസിക്കുന്ന അവളുടെ വീടിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരിടത്തേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. ആയതുകൊണ്ടാണല്ലോ ആൾക്ക് എന്ത് ചെയ്തത്? നല്ല ഡ്രസ്സും അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുന്നത്? അവളെ കൊണ്ടുപോകാൻ അവര് ശ്രമിക്കുന്നത് എന്ന് അവൾ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഷോർട്ട് കോണ്ടന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു എന്നുള്ളത് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് 4.2 എന്നുള്ളതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ ഹിയർ കണ്ടിന്യൂ ദ സ്റ്റോറി. സെക്ഷൻ 3 എന്താണ് പറയുന്നത്? വെൻ ദേ റീച്ച്ഡ് ദ സ്കൂൾ ദ ചിൽഡ്രൻ വെർ ഓൾറെഡി ഇൻ ദെയർ ക്ലാസ് റൂംസ്. അങ്ങനെ അവർ സ്കൂളിലെത്തിയ സമയത്ത് കുട്ടികളെല്ലാം ക്ലാസ് റൂമിലുണ്ട്. രാംലാൽ ഹാൻഡഡ് ഓവർ ഹിസ് ഡോട്ടർ ടു ദ ഹെഡ് മിസ്ട്രസ്. അങ്ങനെ രാംലാൽ എന്ത് ചെയ്തു? തന്റെ മകളെ അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ ഏൽപ്പിച്ചു. ലെഫ്റ്റ് അലോൺ ദ പുവർ ഗേൾ ലുക്ക്ഡ് അബൌട്ട് ഹർ വിത്ത് ഫിയർ ലാഡൻ ഐസ്. ദർ വർ സെവറൽ റൂംസ് ആൻഡ് ഇൻ ഈച്ച് റൂം ഗേൾസ് ലൈക്ക് ഹർ സ്ക്വാട്ടഡ് ഓൺ മാറ്റ്സ് റീഡിംഗ് ഫ്രം ബുക്സ് ഓൺ റൈറ്റിംഗ് ഓൺ സ്ലീവ്സ്. അങ്ങനെ പിന്നീട് ക്ലാസ് റൂമിൽ ആരാവുകയാണ്, അല്ലെ? അച്ഛൻ രാംലാൽ പോയതിനു ശേഷം അവിടെ എന്ത് ചെയ്യാണ്? ബോലി ഒറ്റയ്ക്കാവാണ്. ബോലി ചുറ്റും നോക്കി. കുറെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. പലരും എന്ത് ചെയ്യുന്നുണ്ട്? പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലേറ്റിൽ എഴുതുന്നുണ്ട്. ദ ഹെഡ് മിസ്ട്രസ് ആസ്ക്ഡ് ബോലി ടു സിറ്റ് ഡൗൺ ഇൻ എ കോർണർ ഇൻ വൺ ഓഫ് ദ ക്ലാസ് റൂം. അപ്പൊ ആ ക്ലാസ് റൂമിൽ അവിടെ എന്ത് ചെയ്യാണ്? ഒരിടത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഹെഡ് മിസ്ട്രസ് ബോലിയോട് പറഞ്ഞു. ബോലി ഡിഡ് നോട്ട് നോ what exactly a school was like, what happened there, but she was glad to find so many girls almost of her own age present there. She hoped that one of these girls might become her friend. അപ്പോ ബോലിക്ക് യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷി വാസ് ഗ്ലാഡ്. കാരണം എന്താണ്? അവളുടെ ഏജിലുള്ള ഒരുപാട് പെൺകുട്ടികളെ അവിടെ കണ്ടു, അല്ലെ? അത് മാത്രമല്ല, ഷി ഹോപ്ഡ് ദാറ്റ്
വൺ ഓഫ് ദീസ് ഗേൾസ് മൈറ്റ് ബിക്കം ഹെർ ഫ്രണ്ട്. അല്ലെ, ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി തന്റെ സുഹൃത്തായി തീരുമെന്ന് ആര് ചിന്തിക്കുകയാണ്? ബോലി ചിന്തിക്കുകയാണ്. The lady teacher who was in the class was saying something to the girls, but Bolly could understand nothing. ആ കൂട്ടത്തില് ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നത് കണ്ടപ്പോ അതിനിടയ്ക്ക് എന്ത് ചെയ്യാണ്? അല്ലെ, ബോലി ചിന്തിക്കുകയാണ്, ഇതിൽ ഒരാൾ എന്റെ ഫ്രണ്ടായി തീരും എന്നുള്ളത്. അങ്ങനെ ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്? ക്ലാസ്സിലേക്ക് വന്നു, കുട്ടികളോടൊക്കെ എന്തോ പറഞ്ഞു. അതിനിടയ്ക്ക് എന്ത് ചെയ്തു? ബോലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അല്ലെ. അപ്പൊ പക്ഷെ ഈ പറയുന്ന ഒന്നും ബോലിക്ക് മനസ്സിലായില്ല. ഷീ ലുക്ക്ഡ് അറ്റ് ദ പിക്ചേഴ്സ് ഓൺ ദ വോൾ. അവൾ എന്ത് ചെയ്യാണ്? ചുമരിലെ ചിത്രങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. ദ കളേഴ്സ് ഫാസിനേറ്റഡ് ഹെർ. ദ ഹോഴ്സ് വാസ് ബ്രൗൺ ജസ്റ്റ് ലൈക്ക് ദ ഹോഴ്സ് ഓൺ വിച്ച് ദ തഹസിൽദാർ ഹാഡ് കം ടു വിസിറ്റ് ദെയർ വില്ലേജ്. ചുമരിലുള്ള ഒരു ഹോഴ്സിന്റെ, കുതിരയുടെ ചിത്രം കണ്ടപ്പോ തന്റെ നാട്ടിലേക്ക് തഹസിൽദാർ വന്ന ആ കുതിരയെ കുറിച്ച് ഓർത്തു. ദ ഗോട്ട് വാസ് ബ്ലാക്ക്. അല്ലെ, കറുത്ത നിറത്തിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഗോട്ടിനെ കണ്ടു. ലൈക്ക് ദ ഗോട്ട് ഓഫ് ദെയർ നൈബർ. അല്ലെ, അവളുടെ നൈബർഹുഡിലുള്ള ഗോട്ടിനെ അവൾ ഓർക്കുകയാണ്. ദ പാറ്റ് വാസ് ഗ്രീൻ ലൈക്ക് ദ പാരറ്റ് ഷീ ഹാഡ് സീൻ ഇൻ ദ മാംഗോ ഓക്കാർ. അല്ലെ, അപ്പോ ആ ചുമരിലുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോ അവൾ എന്ത് ചെയ്യാണ്? അവൾ കമ്പയർ ചെയ്യാണ്. എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? തന്റെ ചുറ്റുപാടുമുള്ള, തന്റെ സറൗണ്ടിങ്സിലുള്ള പലതുമായിട്ട് എന്ത് ചെയ്യാണ്? ആള് കമ്പാരിസൺ ചെയ്യാണ്. ആൻഡ് ഫൈനലി ഷീ സോ എ കൗ, പിക്ചർ ഓഫ് കൗ. അല്ലെ, കൗവിന്റെ പിക്ചർ കാണുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദെയർ ലക്ഷ്മി. നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യാൻ? അവളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ലക്ഷ്മി. ലക്ഷ്മിയെ പോലെ ഒരു പശുവിന്റെ ചിത്രം അവൾ അവിടെ കാണുകയാണ്. ആൻഡ് സഡൻലി ബോലി നോട്ടീസ്ഡ് ദാറ്റ് ദ ടീച്ചർ വാസ് സ്റ്റാൻഡിങ് ബൈ ഹെർ സൈഡ് സ്മൈലിംഗ് അറ്റ് ഹെർ. പെട്ടെന്ന് അവൾ കാണുകയാണ്. എന്താ കാണുന്നത്? ടീച്ചർ അവളുടെ തൊട്ടടുത്തായിട്ട് അവളെ നോക്കിക്കൊണ്ട്, അവളെ നോക്കി ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നത് അവൾ കാണുകയാണ്. ദെൻ വാട്ട് ഹാപ്പൻ ഹിയർ ഗിവൺ ദ പിക്ചർ. അല്ലെ, ചിത്രം കൊടുത്തിട്ടുണ്ട്. ടീച്ചർ എന്ത് ചെയ്യാണ്? ഷീസ് ടീച്ചിങ് ദ സ്റ്റുഡൻസ്. അല്ലെ, കുട്ടികളെ പഠിപ്പിക്കുന്നു. ചുമരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അല്ലെ, ബോലി കണ്ട ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ടീച്ചർ ചോദിക്കാണ്, വാട്ട് ഈസ് യുവർ നെയിം ലിറ്റിൽ വൺ. അല്ലെ, എന്താണ് പേരെന്താണ് ചോദിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാണ്? ബോലി ഭയങ്കര ടെൻസ്ഡ് ആവാണ്. അല്ലെ, അവൾക്ക് പേരെന്താണ്? ഷീ കുഡിൻ ടെൽ ഹർ നെയിം. പേര് പറയാൻ സാധിക്കുന്നില്ല. ഷീ കുഡ് സ്റ്റാമർ നോ ഫർദർ ദാൻ ദാറ്റ്. അല്ലെ, ആൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാമർ ചെയ്യാണ്. Then she began to cry and tears flowed from her eyes in a helpless flood. She kept her head down as she sat in her corner, not daring to look up at the girls who she knew were still laughing at her. അല്ലേ, എന്ത് പറ്റി? ബോലിയോട് ടീച്ചർ പേര് ചോദിച്ച സമയത്ത് എന്ത് ചെയ്യാണ്? ഷി കുഡ് നോട്ട് ടെൽ. അല്ലെ, പേര് പറയാൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്? അവള് സങ്കടപ്പെട്ട് കരയാണ് ചെയ്യുന്നത്. ഷി സ്റ്റാർട്ടഡ് ടു ക്രൈ ആൻഡ് tears flowed from her eyes. അവള് കരഞ്ഞു. അല്ലെ, ഷി കെപ്റ്റ് ഹെർ ഹെഡ് ഡൗൺ. അല്ലെ, സങ്കടം താങ്ങാൻ പറ്റാതെ ആൾ എന്ത് ചെയ്യാണ്? ആള് തല താഴ്ത്തിയിരിക്കുകയാണ്. ചുറ്റുമുള്ളവരൊന്നും നോക്കാനുള്ള ധൈര്യമില്ല. നോട്ട് ഡെയറിംഗ് ടു ലുക്ക് അപ്പ് അറ്റ് ദ ഗേൾസ് ഹു ഷീ ന്യൂ. അവരൊക്കെ എന്ത് ചെയ്തു? ദേ വർ സ്റ്റിൽ ലോഫിംഗ് അറ്റ് ഹെർ. അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ വീണ്ടും ആ ഒരു ഇതുവരെ എടുത്തതിന്റെ ഒരു ഷോർട്ട് കോണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനു ശേഷം ഇവിടെ വീണ്ടും എന്ത് ചെയ്യാണ്? അല്ലെ, അടുത്ത ഒരു 4th സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. വെൻ ദ സ്കൂൾ ബെൽ റാങ്. അങ്ങനെ ബെല്ലടിച്ചു. ഓൾ ദ ഗേൾസ് curried ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം. ബോലി dared not leave her corner, her head still lowered. She kept on sobbing. അങ്ങനെ സ്കൂളിൽ ബെല്ലടിച്ചു. എല്ലാ കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി ഓടി. പക്ഷെ എന്ത് ചെയ്യാണ്? ബോലി എങ്ങോട്ടും പോവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അവളിങ്ങനെ തേങ്ങി കരഞ്ഞു. ഷി കെപ്റ്റ് ഓൺ സോബിങ്. അല്ലെ, കരഞ്ഞു, തേങ്ങി കരയാണ് ചെയ്തത്. ബോലി. ദ ടീച്ചേഴ്സ് വോയിസ് വാസ് സോഫ്റ്റ് ആൻഡ് സൂത്തിങ്. ടീച്ചർ അവളുടെ അടുത്ത് വന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് അവളെ വിളിച്ചു, ബോലിന്ന്. ഇൻ ഓൾ ഹെർ ലൈഫ് ഷീ ഹാഡ് നെവർ ബീൻ കോൾഡ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ടച്ച്ഡ് ഹെർ ഹാർട്ട്. അവളുടെ ലൈഫിൽ ഒരിക്കൽ പോലും അങ്ങനെ ആരും ആളെ വിളിച്ചിട്ടില്ലായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇറ്റ് ടച്ച്ഡ് ഹെർ ഹാർട്ട്. അല്ലെ, അവൾക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യാണ് ആ വിളിച്ചത്. ഗെറ്റ് അപ്പ് സെഡ് ദ ടീച്ചർ. ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ് ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി സജഷൻ. അല്ലെ, ഒരിക്കലും അതൊരു കമാൻഡ് ആയിരുന്നില്ല, അവളുടെ അടുത്ത് ഒരു ഫ്രണ്ട്ലി സജഷൻ ആയിരുന്നു. അങ്ങനെ ബോലി എഴുന്നേറ്റു. നൗ ടെൽ മീ യുവർ നെയിം. ഇനി എന്റെ അടുത്ത് പേര് പറയൂ എന്ന് പറയാം. Then sweat broke out over her whole body. Would her stammering tongue again disgrace her for the sake of this kind woman? However, she decided to make an effort. She had such a soothing voice. She would not laugh at her. അല്ലെ, അങ്ങനെ എന്തായാലും പേര് പറയണം. കാരണം എന്താണ്? അവളുടെ ടീച്ചർ അവളോട് വളരെ സ്നേഹത്തോടെയാണ് എന്ത് ചെയ്തത്? സംസാരിച്ചത്. അപ്പോ അവൾക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. അല്ലെ,
വീണ്ടും അവൾ എന്ത് ചെയ്യാണ് പേര് പറയാൻ ശ്രമിക്കുന്നു അല്ലെ, ബൊബോ എന്നൊക്കെ പറയുന്നുണ്ട്. ഷി ബിഗാൻ ടു സ്റ്റാമർ, വീണ്ടും പക്ഷെ എന്താണ്, ഷി കുഡൻ ടെൽ ഹർ നെയിം, ഷി ബിഗാൻ ടു സ്റ്റാമർ, വീണ്ടും ആള് സ്റ്റാമർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ടീച്ചർ എന്താ പറഞ്ഞത്, അവളെ നോക്കി ചിരിച്ചോ? ഇല്ല. വെൽ ഡൺ, വെൽ ഡൺ, ദ ടീച്ചർ എൻകറേജ്ഡ് ഹർ, കമോൺ നൗ, അല്ലെ, ടീച്ചർ അവളെ പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു അല്ലെ, കമോൺ, ദ ഫുൾ നെയിം, അല്ലെ, മുഴുവൻ പേര് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഷി വാസ് ഏബിൾ ടു സേ ഇറ്റ്, അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, അവൾ അവളുടെ പേര് പറഞ്ഞു. ആക്ച്വലി ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ടീച്ചർ പറഞ്ഞു വെൽ ഡൺ, ദ ടീച്ചർ പാറ്റ് ഹർ, പാറ്റ് മീൻസ് എന്താണ്, അവളെ തട്ടിക്കൊണ്ട് എന്ത് ചെയ്തു, അവളോട് പറഞ്ഞു വളരെ നന്നായി ചെയ്തു. പുട്ട് ദ ഫിയർ ഔട്ട് ഓഫ് യുവർ ഹേർട്ട് ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ലൈക്ക് എവറി വൺ എൽസ്, അല്ലെ, നീ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബോലി ലുക്ക്ഡ് അപ്പ് ആസ് ഇഫ് ടു ആസ്ക് റിയലി, അല്ലേ, ശരിക്കും എന്ന് ബോലി ചോദിക്കുകയാണ്. കാരണം ബോലിയുടെ ലൈഫിൽ ബോലിയോട് വളരെ സ്നേഹത്തിൽ ആദ്യമായിട്ട് സംസാരിച്ച ഒരേ ഒരാൾ ആരാണ്, ബോലിയുടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ബോലിക്ക് അത് വളരെയധികം ആശ്വാസം തരുന്നതും ഒരു ആത്മവിശ്വാസം തരുന്ന വാക്കുകളായിട്ടാണ് ബോലിക്ക് അത് ഫീൽ ചെയ്തത്. യെസ് യെസ്, ഇറ്റ് വിൽ ബി വെരി ഈസി, യു ജസ്റ്റ് കം ടു സ്കൂൾ എവറി ഡേ, നീ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, വളരെ എളുപ്പത്തിൽ നിനക്ക് സംസാരിക്കാം, അല്ലെ, വിൽ യു കം, വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബോലി നോഡഡ്, നോ, സേ ഇറ്റ് അലൗഡ്, അല്ലെ, വരില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ബോലിയോട് പറയണം, ഉറക്കെ പറയും എന്ന് പറയും. അപ്പൊ ബോലി പറയുന്നത് യെസ് എന്ന് പറയുന്നുണ്ട്, അല്ലെ. ആൻഡ് ബോലി ഹെർസെൽഫ് വാസ് അസ്റ്റോണിഷ്ഡ് ദാറ്റ് ഷി ഹാഡ് ബീൻ ഏബിൾ ടു സേ, അല്ലെ, ബോലിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം എന്താണ്, ബോലിക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ. ഡിഡിന്റ് ഐ ടെൽ യു, നൗ ടേക്ക് ദിസ് ബുക്ക്, അല്ലെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്, അല്ലെ, ഇനിയിപ്പോ ബുക്ക് എടുക്കാൻ ഒക്കെ പറയുന്നു. അങ്ങനെ ദ ബുക്ക് വാസ് ഫുൾ ഓഫ് നൈസ് പിക്ചേഴ്സ് ആൻഡ് ദ പിക്ചേഴ്സ് വേർ ഇൻ കളർ, അല്ലെ, പുസ്തകം നിറയെ എന്തായിരുന്നു, ചിത്രങ്ങളായിരുന്നു, ഒരുപാട് നിറങ്ങളുള്ള ചിത്രങ്ങൾ. ഡോഗ്, കാറ്റ്, ഗോഡ്, ഹോഴ്സ്, പാരറ്റ്, ടൈഗർ ആൻഡ് എ കൗ ജസ്റ്റ് ലൈക്ക് ലക്ഷ്മി, ആൻഡ് വിത്ത് എവറി പിക്ചർ വാസ് എ വേർഡ് ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്, ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൽ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എന്താ പറയുന്നത്, ഇൻ 1 month യു വിൽ ബി ഏബിൾ ടു റീഡ് ദിസ് ബുക്ക്, അല്ലെ, ഒരു മാസം നീ ഒരു ബുക്ക്, ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യണം, ഈ ബുക്ക് വായിച്ച് റെഡി ആവുകയാണെങ്കിൽ ദെൻ ഐ വിൽ ഗിവ് യു എ ബിഗ്ഗർ ബുക്ക്, അല്ലെ, ഞാൻ നിനക്ക് വലിയൊരു ബുക്ക് തരാം. ദെൻ എ സ്റ്റിൽ ബിഗ്ഗർ വൺ, വീണ്ടും വീണ്ടും വലിയ വലിയ ബുക്കുകൾ തരും, അല്ലെ. ഇൻ ടൈം യു വിൽ ബി മോർ ലേൺഡ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വില്ലേജ്, ദെൻ നോ വൺ വിൽ എവർ ബി ഏബിൾ ടു ലാഫ് അറ്റ് യു, അല്ലെ. അങ്ങനെ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നീ ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി വായിച്ചു പഠിച്ചാല് ഇവിടെയുള്ള ആരും തന്നെ നിന്നെ നോക്കി ചിരിക്കില്ല. പീപ്പിൾ വിൽ ലിസൺ ടു യു വിത്ത് റെസ്പെക്ട് ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് വിത്തൗട്ട് ദ സ്ലൈറ്റസ്റ്റ് സ്റ്റാമർ, അല്ലെ. ആളുകൾ എന്ത് ചെയ്യും, നിന്നെ റെസ്പെക്ട് ചെയ്യും, അല്ലെ, നിന്നെ കേൾക്കാൻ ശ്രമിക്കും. നീ ഒരിക്കലും എന്താണ്, നീ സ്റ്റാമറോട് കൂടിയല്ല സംസാരിക്കുക, അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ടീച്ചർ അവളോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാണ്. നൗ ഗോ ഹോം, ഇപ്പൊ വീട്ടിൽ പോകൂ, ആൻഡ് കം ബാക്ക് ഏർലി ടുമോറോ മോർണിംഗ്, എന്നിട്ട് നാളെ തിരിച്ചു വരൂ, നാളെ രാവിലെ ക്ലാസ്സിലേക്ക് വരൂ എന്നൊക്കെ ടീച്ചർ അവളോട് പറയാണ്. ആക്ച്വലി ഇറ്റ് വാസ് ആൻ എൻകറേജ്മെന്റ്, അതൊരു എൻകറേജ്മെന്റ് ആണ്, അല്ലെ. Then Boli felt as if suddenly all the bells in the village temple were ringing and the trees in front of the schoolhouse had blossomed into big red flowers. Her heart was throbbing with a new hope. അല്ലേ, ആ ഒരു സമയത്ത് ബോലിക്ക് ഫീൽ ചെയ്യാണ്, അവരുടെ ആ ഗ്രാമത്തിലെ അമ്പലങ്ങളിലെ, അല്ലെ, മണിയടി ശബ്ദം അങ്ങനെ കേൾക്കുന്നത് പോലെ തോന്നുകയാണ് എനിക്ക്, അല്ലെ. യഥാർത്ഥത്തില് ശരിക്കും ഒരു ന്യൂ ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ് ഫീൽ ചെയ്യാണ് ബോലിക്ക്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ദസ് ദ ഇയേഴ്സ് പാസ്ഡ്, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ദെൻ പിന്നീട് എന്ത് സംഭവിക്കുകയാണ് ബോലിക്ക്, അല്ലെ, ബോലിയുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ബോലിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ദ വില്ലേജ് ബിക്കം എ സ്മോൾ ടൗൺ, അല്ലെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. വില്ലേജ് എന്തായി, വില്ലേജ് ഇപ്പോൾ ഒരു സ്മോൾ ടൗൺ ആയി. ദ ലിറ്റിൽ പ്രൈമറി സ്കൂൾ ബിക്കെയിം എ ഹൈസ്കൂൾ, അന്നത്തെ ആ പ്രൈമറി സ്കൂൾ എന്തായി, ഇപ്പോ ഹൈസ്കൂളായി. There were now a cinema under a tin shed and a cotton ginning mill. The mail train began to stop at their railway stations. ഗ്രാമത്തിൽ ഒരുപാട് എന്ത് ചെയ്തു, മാറ്റങ്ങൾ വന്നു. ഗ്രാമം ഇപ്പൊ എന്തായി, ഒരു ടൗൺ ആയി തീർന്നു. അവിടെ തിയേറ്ററുകൾ വന്നു, കോട്ടൺ ഗിന്നിങ് മില്ലുകൾ വന്നു, അതുപോലെ തന്നെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. Then one night after dinner, Ramlal said to his wife, then
ഷോൾ ഐ ആക്സെപ്റ്റ് ബിഷാംബേഴ്സ് പ്രപ്പോസൽ? അങ്ങനെ ഒരു ദിവസം രാത്രി രാംലാൽ തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാൻ ആ ബിഷാംബറിന്റെ പ്രപ്പോസൽ, ആലോചന ഞാൻ അങ്ങ് അത് അംഗീകരിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ അത് ഉറപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ചോദിക്കുന്നു, ദെൻ ഷോൾ ഐ ആക്സെപ്റ്റ് ബിഷാംബേഴ്സ് പ്രപ്പോസൽ എന്ന് ചോദിക്കുമ്പോൾ യെസ് സെർട്ടൺലി ഹിസ് വൈഫ് സെഡ്, അദ്ദേഹത്തിന്റെ വൈഫ് പറയാണ്, ഓഫ് കോഴ്സ് അല്ലേ, തീർച്ചയായും, ബോലി വിൽ ബി ലക്കി ടു ഗെറ്റ് സച്ച് എ വെൽ ടു ഡു ഇൻ ബ്രൈഡ് ഗ്രൂം, എ ബിഗ് ഷോപ്പ്, എ ഹൗസ് ഓഫ് ഹിസ് ഓൺ, ആൻഡ് ഐ ഹിയർ സെവറൽ തൗസൻഡ് ഇൻ ദ ബാങ്ക്. മോർ ഓവർ ഹി ഈസ് നോട്ട് ആസ്കിംഗ് ഫോർ എനി ഡൗറി. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ബോലിയുടെ വിവാഹമാണ് അല്ലെ. അപ്പൊ എന്താ പറയുന്നത് അല്ലെ? ബോലിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ആരുടെയാണ്? ബിഷാംബറിന്റെയാണ് അല്ലെ. ബിഷാംബറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബോലിക്ക് വന്ന ഈ പ്രപ്പോസല് ബോലിയുടെ ഭാഗ്യമായിട്ടാണ് ബോലിയുടെ പാരന്റ്സ് കാണുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്? എ ബിഗ് ഷോപ്പ്, ഒരു വലിയ കടയുണ്ട്. എ ഹൗസ് ഓഫ് ഹിസ് ഓൺ അല്ലെ, അദ്ദേഹം സ്വന്തമായി വീടും. ആൻഡ് പിന്നീട് എന്താ പറയുന്നത്? സെവറൽ തൗസൻഡ് ഇൻ ദ ബാങ്ക് അല്ലെ, ബാങ്കിൽ അല്ലെ ആയിരക്കണക്കിന് ഉണ്ടെന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി ഈ പ്രപ്പോസലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹി ഈസ് നോട്ട് ആസ്കിംഗ് ഫോർ എനി ഡൗറി അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഡൗറി ഒന്നും ചോദിക്കുന്നില്ല. ദാറ്റ്സ് റൈറ്റ്, ബട്ട് ഹി ഈസ് നോട്ട് സോ യങ് യു നോ. പക്ഷെ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ആളെന്തല്ല, ഹീസ് നോട്ട് സോ യങ്, ചെറുപ്പമല്ല. യു നോ ഓൾമോസ്റ്റ് ദ സെയിം ഏജസ് ഐ ആം അല്ലെ, അതായത് രാംലാലിന്റെ അതേ പ്രായം. രാംലാൽ ആരാണ്? ബോലിയുടെ ഫാദറാണ്. ബോലി എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകളാണ്, ഏഴാമത്തെ മകളാണ് ആര്? ബോലി. അപ്പോ ബോലിയുടെ ഈ ഫാദറിന്റെ അതേ, രാംലാലിന്റെ അതേ പ്രായമുണ്ട് ആർക്ക്? ബോലിയെ വിവാഹം കഴിക്കാൻ വന്ന ആൾക്കും. ആൻഡ് ഹി ഓൾസോ ലിംസ്, അത് മാത്രമല്ല അയാൾക്ക് ഒരു ലിംസ് ഉണ്ട്. എന്താ ലിംസ് എന്ന് പറഞ്ഞാല്? മുടന്തൻ അല്ലെ, മുടന്തിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. മോർ ഓവർ ദ ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ് ആർ ക്വൈറ്റ് ഗ്രോൺ അപ്പ് അല്ലെ, അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹത്തിലെ മക്കളൊക്കെ എന്താണ്? വളർന്നു വലുതായിട്ടുണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? അതൊക്കെ എന്താ പ്രശ്നമാണോ എന്നാര് ചോദിക്കുകയാണ്? ഹിസ് വൈഫ് റിപ്ലൈഡ്, അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുകയാണ്, 45 or 50, ഇറ്റ് ഈസ് നോ ഗ്രേറ്റ് ഏജ് ഫോർ എ മാൻ അല്ലെ. 45 or 50 അല്ലെ, 45-50 വയസ്സ്, ഇതൊന്നും അത്ര വലിയ പ്രായമൊന്നുമല്ല. വി ആർ ലക്കി ദാറ്റ് ഹീസ് ഫ്രം അനദർ വില്ലേജ് ആൻഡ് ഡസ് നോട്ട് നോ അബൌട്ട് ഹെർ പോക്ക് മാർക്സ് ആൻഡ് ഹെർ ലാക്ക് ഓഫ് സെൻസ് അല്ലെ. ഇദ്ദേഹം എന്താണ്? മറ്റൊരു ഗ്രാമത്തിൽ നിന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ എന്താണ്, നമ്മൾ വളരെ ലക്കിയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം മറ്റൊരു ഗ്രാമത്തിൽ നിന്നുള്ളതും ഇവളുടെ പോക്ക് മാർക്സുകൾ അല്ലെ, ഇവളുടെ ശരീരത്ത് മുഖത്തൊക്കെ ഉള്ള ഈ ഒരു മാർക്സുകളൊന്നും ആർക്ക്? ഈ ബിഷാംബറിന് അറിയില്ല. ഇഫ് യു ഡോണ്ട് ആക്സെപ്റ്റ് ദിസ് പ്രപ്പോസൽ ഷി മേ റിമൈൻ അൺമാരീഡ് ഓൾ ഹെർ ലൈഫ് അല്ലെ. നമ്മള് ഈ ഒരു പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെ? അവളുടെ ലൈഫിൽ മൊത്തം അവള് എന്താണ്? അൺമാരീഡ് ആയിട്ടിരിക്കും അല്ലെ, വിവാഹം ചെയ്യാതെ ഇരിക്കേണ്ടി വരും എന്ന് പറയാണ്. യെസ് അല്ലെ, ബട്ട് ഐ വണ്ടർ വാട്ട് ബോലി വിൽ സേ. അപ്പോ ചോദിക്കുന്നത് ആരാ ചോദിക്കുന്നത്? രാംലാൽ പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ബോലി എന്തായിരിക്കും പറയാ? വാട്ട് വിൽ ദാറ്റ് വിറ്റ്ലെസ് വൺ സേ, ഷീ ഈസ് ലൈക്ക് എ ഡം കൗ അല്ലെ. അപ്പോ ആര്? ബോലിയുടെ അമ്മ പറയാണ്, എന്ത് പറയാൻ അല്ലെ, അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ അതിനെയാണ് പറയുന്നത് ഷീസ് ലൈക്ക് എ ഡം കൗ എന്ന് അല്ലെ. കാരണം അവർക്ക് എത്രത്തോളാണ് അവർക്ക് ബോലിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. മേ ബി യു ആർ റൈറ്റ് മറ്റൊരു രാംലാൽ. രാംലാലും പറയണ, നീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് രാംലാൽ എന്ത് ചെയ്യാണ്? തന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാണ്. ഇൻ ദ അതർ കോർണർ ഓഫ് ദ കോർട്ട്യാർഡ് ബോലി ലേ awake on her coat, listening to her parents whispered conversation. പക്ഷെ ബോലി എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. തന്റെ പാരന്റ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ബോലി കേൾക്കുന്നുണ്ട്. കാരണം ബോലിക്ക് വന്ന പ്രപ്പോസലിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോലി അപ്പുറത്തിരുന്ന് കേൾക്കാൻ. ദെൻ പിന്നീട് എന്താണ്? ബിഷാംബറിനെ കുറിച്ച് ഇവിടെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ബിഷാംബർനാഥ് വാസ് എ വെൽ ടു ഡു ഗ്രോസർ. ഹി കെയിം വിത്ത് എ ബിഗ് പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് വിത്ത് ഹിം ഫോർ ദ വെഡിങ്. അങ്ങനെ വിവാഹ ദിനമായി അല്ലെ, കല്യാണത്തിന്റെ ദിവസം വന്നു. ബിഷാംബർ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഒരു വലിയൊരു പാർട്ടി ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വലിയൊരു പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എ ബ്രാസ് ബാൻഡ് പ്ലേയിങ് പോപ്പുലർ ട്യൂൺ ഫ്രം ആൻ ഇന്ത്യൻ ഫിലിം ഹെഡഡ് ദ പ്രൊസഷൻ വിത്ത് ദ ബ്രൈഡ് ഗ്രൂം റൈഡിങ് എ ഡെക്കറേറ്റഡ് ഹോഴ്സ് അല്ലെ. ബ്രൈഡ് ഗ്രൂം ബിഷാംബർ എങ്ങനെയാണ്? ഒരു കുതിരപ്പുറത്താണ് വരുന്നത്. Ramlal was overjoyed to see such pomp and splendor. He had never dreamt that his fourth daughter would have such a grand wedding. യഥാർത്ഥത്തിൽ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? രാംലാലിന് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ സന്തോഷം തോന്നിയത് കാരണം തന്റെ നാലാമത്തെ മകളായിട്ടുള്ള ബോലിക്ക് ഇത്രയും നല്ലൊരു ഗ്രാൻഡ് വെഡിങ്ങും ഇത്രയും നല്ലൊരു എന്ത് ചെയ്യാണ് അല്ലെ, ഒരു പ്രപ്പോസലും വരുമെന്ന് അയാൾ ഒരിക്കൽ പോലും എന്ത് ചെയ്തിരുന്നില്ല, എക്സ്പെക്ട് ചെയ്തിരുന്നില്ല.
ബോലീസ് എൽഡർ സിസ്റ്റേഴ്സ് ഹു ഹാഡ് കം ഫോർ ദ ഒക്കേഷൻ were envious of her luck. ബോലിയുടെ മറ്റുള്ള സിസ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഈ കല്യാണത്തിൽ കൂടാൻ വന്നിരുന്നു. ചമ്പയും രാധയും ഒക്കെ എന്ത് ചെയ്തു? മംഗളയൊക്കെ കല്യാണം കൂടാൻ വന്നു. പക്ഷെ അവർക്കൊക്കെ എന്ത് ചെയ്തു? ബോലിയോട് വളരെയധികം അസൂയ തോന്നുക. കാരണം എന്താണ്? അവർക്കൊന്നും ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വെഡിങ് ആയിരുന്നില്ല. When the auspicious moment came, the priest said, "Bring the bride." അങ്ങനെ വിവാഹത്തിന്റെ മുഹൂർത്തമായി. ആ സമയത്ത് എന്ത് ചെയ്തു? പുരോഹിതൻ പറഞ്ഞു എന്ത്? ബ്രൈഡിനെ കൊണ്ടുവരാൻ, അല്ലെ? ബോലിയെ വിളിക്കാൻ പറഞ്ഞു. ബോലി ക്ലാഡ് ഇൻ എ റെഡ് സിൽക്കൻ ബ്രൈഡൽ ഡ്രസ്, അല്ലെ? ബോലി ഒരു റെഡ് സിൽക്കൻ ബ്രൈഡൽ ഡ്രസ് ഒക്കെ ഇട്ടു. വാസ് ലെഡ് ടു ദ ബ്രൈഡ്സ് പ്ലേസ് നിയർ ദ സേക്രഡ് ഫയർ. അങ്ങനെ എന്ത് ചെയ്തു? ആള് കല്യാണത്തിനായിട്ട് ആ മണ്ഡപത്തിലേക്ക് കയറി വരികയാണ്. ഗാർലൻഡ് ദ ബ്രൈഡ്, വൺ ഓഫ് ഹിസ് ഫ്രണ്ട് പ്രോംപ്റ്റഡ് ബിഷാംബർന, അല്ലെ? അങ്ങനെ എന്ത് ചെയ്യാണ്? ഗാർലൻഡ്, അല്ലെ? മാല ചാർത്താൻ വേണ്ടി പറയാണ്. The bridegroom lifted the garland of yellow marigolds. A woman slipped back the silken veil from the bride's face. ബിഷാംബർ took a quick glance, അല്ലെ? അങ്ങനെ എന്ത് ചെയ്യാണ്? അല്ലെ? ബിഷാംബർ ബോലിക്ക് മാല ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ബോലിയുടെ മുഖത്തുള്ള ഒരു സിൽക്ക്, ഒരു എന്താണ്, ഒരു ക്ലോത്ത്, അത് മാറ്റുകയാണ്. അത് മാറ്റുന്ന സമയത്ത് ബിഷാംബർ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ബോലിയെ കാണുന്നത്. The garland remained poised in his hands. The bride slowly pulled down the veil over her face. അല്ലെ? അദ്ദേഹം അപ്പോഴാണ് ബോലിയുടെ മുഖം കാണുന്നത്. Have you seen her? said Bishamber to the friend next to him. ബിഷാംബർ എന്ത് ചെയ്തു? തന്റെ സുഹൃത്തിനോട് ചോദിച്ചു, നീ അവളെ കണ്ടോ? She has pock marks on her face. അല്ലെ? അവളുടെ മുഖത്ത് എന്തുണ്ട്? പോക്ക് മാർക്സുകൾ ഉണ്ട്, അല്ലെ? അപ്പോ സുഹൃത്ത് എന്താ പറഞ്ഞത്? So what? അതിനെന്താ? You are not young either, അല്ലെ? നീ ചെറുപ്പമൊന്നും അല്ലല്ലോ, അല്ലെ? അവളുടെ മുഖത്ത് മാർക്സുകൾ ഉണ്ടെങ്കിൽ എന്താണ്? നീ ചെറുപ്പമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല? ബിഷാംബർ അംഗീകരിക്കുന്നില്ല, അല്ലെ? ബിഷാംബർ എന്താ പറയുന്നത്? മേ ബി, ബട്ട് ഇഫ് ഐ ആം ടു മാരി ഹർ, ഹർ ഫാദർ മസ്റ്റ് ഗീവ് മീ 5,000 rupees. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ കല്യാണം കഴിക്കാം. പക്ഷെ ഞാൻ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? അവളുടെ ഫാദർ എനിക്ക് 5,000 rupees തരണം എന്ന് പറയാം. Ramlal went and placed his turban, his honor, at Bishamber's feet. Do not humiliate me, so take 2,000 rupees. അപ്പോ ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? രാംലാലിന് പെട്ടെന്ന് ആകെ ഷോക്കായി പോയി. അദ്ദേഹം എന്ത് ചെയ്യാണ്? അല്ലെ? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാണ്? ബിഷാംബറിന്റെ കാൽപാദത്തിനടുത്ത് ചെന്ന് പറയാണ്, ഡു നോട്ട് ഹ്യൂമിലിയേറ്റ് മീ, അല്ലേ? പ്രശ്നത്തിലാക്കരുത്, അല്ലെ? എന്റെ കയ്യിലുള്ളത് 2,000 രൂപയുള്ളൂ, ഇത് എടുക്കൂ എന്ന് പറയാണ്. പക്ഷെ ബിഷാംബർ എന്ത് ചെയ്യോ? സമ്മതിക്കില്ല. നോ, 5,000 ഓർ വി ഗോ ബാക്ക്, അല്ലെ? 5,000 വേണം, അതർവൈസ് എന്താണ്? വി ഗോ ബാക്ക്, ഞങ്ങൾ തിരിച്ചു പോവാണ്. കീപ് യുവർ ഡോട്ടർ എന്ന് പറയുന്നു. ബി എ ലിറ്റിൽ കൺസിഡറേറ്റ് പ്ലീസ് ഇഫ് യു ഗോ ബാക്ക്. ഐ ക്യാൻ നെവർ ഷോ മൈ ഫേസ് ഇൻ ദ വില്ലേജ്, അല്ലെ? അപ്പൊ പറയണത്, അങ്ങനെ നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഐ ക്യാൻ നെവർ ഷോ മൈ ഫേസ് ഇൻ ദ വില്ലേജ്, അല്ലെ? എന്റെ മുഖം അല്ലെങ്കിൽ എനിക്ക് ഈ ഗ്രാമത്തിൽ തല ഉയർത്തി പിടിച്ച് നടക്കാൻ കഴിയില്ല എന്ന് ആര്? രാംലാൽ പറയാണ്. Then out with 5,000, tears streaming down his face, Ramlal went in, opened the safe and counted on the notes, അല്ലെ? അപ്പോ പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 5,000, അല്ലെ? 5,000 rupees തരൂ. അപ്പോഴേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? രാംലാൽ കരയാൻ തുടങ്ങി. He placed the bundle at the bridegroom's feet, അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തു? അകത്തേക്ക് പോയി എന്ത് ചെയ്തു? പൈസയൊക്കെ എടുത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ ബ്രൈഡ് ഗ്രൂമിന്റെ ഫീറ്റിൽ, അല്ലെ? കാലിന്റെ അടുത്തേക്ക് എത്തുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ, അല്ലെ? On Bishamber's greedy face appeared a triumphant smile. അല്ലെ? ബിഷാംബറിന് വളരെ സന്തോഷം തോന്നി, അല്ലെ? He had gambled and won. Give me the garland. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് മാല തരൂ എന്ന് പറയുന്നു. Once again the veil was slipped back from the bride's face. വീണ്ടും മാലയിടാൻ ബിഷാംബർ വരുമ്പോ മുഖത്തുനിന്ന് എന്ത് ചെയ്യുന്നു? ആ സിൽക്ക് ക്ലോത്ത് മാറ്റുന്നു. ബട്ട് ദിസ് ടൈം ഹെർ ഐസ് were not downcast. അതുവരെ എന്ത് ചെയ്യാണ്? അല്ലെ? താഴേക്ക് നോക്കി കണ്ണുകൾ താഴ്ത്തി നിന്നിരുന്ന ബോലിയുടെ കണ്ണുകൾ ഇപ്പൊ എന്തല്ല? താഴേക്കല്ല. ഷി വാസ് ലുക്കിംഗ് അപ്പ്, ലുക്കിംഗ് സ്ട്രേറ്റ് അറ്റ് ഹർ പ്രോസ്പെക്റ്റീവ് ഹസ്ബൻഡ്. അവള് എന്ത് ചെയ്യാണ്? ബിഷാംബറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആൻഡ് ഇൻ ഹർ ഐസ് ദർ വാസ് നെയ്തർ ആങ്കർ നോർ ഹേറ്റ്, ഓൺലി കോൾഡ് കണ്ടംപ്റ്റ്. അവിടെ ദേഷ്യമോ വെറുപ്പോ ഒന്നും ആയിരുന്നില്ല, അല്ലെ? പിന്നെ എന്തായിരുന്നു? അല്ലെ? അവളുടെ മുഖം വളരെ എന്ത് ചെയ്യാണ്? എന്തൊക്കെയോ ഉറപ്പിച്ച തീരുമാനത്തിലുള്ളതായിരുന്നു. Bishamber raised the garland to place it round the bride's neck. But before he could do so, Boli's hand struck out like a streak of highlighting and the garland was flung into the fire. അങ്ങനെ ബിഷാംബർ മാല ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ബോലി എന്ത് ചെയ്തു? അതെടുത്ത് ഫയറിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഷി ഗോട്ട് അപ്പ് ആൻഡ് ത്രൂ അവേ ദ വെയിൽ, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ വെയിലൊക്കെ എടുത്ത് അവള് എറിഞ്ഞു, അല്ലെ? പിന്നീട് എന്താ സംഭവിച്ചത്? അല്ലെ? ഇതുവരെയുള്ള ബോലിയെ അല്ല പിന്നീട് അവർ കാണുന്നത്, അല്ലെ? ബോലി എന്ത് ചെയ്തു?
ബോലി പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു. അവള് പറഞ്ഞു, പിതാജി said Boli in a clear, loud voice. And her father, mother, sister, brothers, relations, and neighbors were started to hear her speak without even the slightest stammer. അപ്പൊ ഇത്രയും കാലം ബോലി സ്റ്റാമർ ചെയ്ത് സംസാരിക്കുന്നത് മാത്രമാണ് ബോലിയുടെ റിലേറ്റീവ്സ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയായിരുന്നില്ല അല്ലേ. അവൾ വളരെ സ്ട്രോങ് ആയിട്ട് ഷാർപ്പായിട്ട് തന്നെ എന്ത് ചെയ്തു, അവൾ വിളിച്ചു പിതാജി. ആദ്യമായിട്ടാണ് അവള് സ്റ്റാമർ ഇല്ലാതെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. പിതാജി, ടേക്ക് ബാക്ക് യുവർ മണി, ഐ എം നോട്ട് ഗോയിങ് ടു മാരി ദിസ് മാൻ. അല്ലേ അവൾ എന്താ പറഞ്ഞത്? പിതാജി, ഈ പൈസ തിരിച്ചെടുത്തോളൂ, ഞാൻ ഇയാളെ വിവാഹം ചെയ്യുന്നില്ല. രാംലാൽ എന്ത് ചെയ്തു? വാസ് തണ്ടർസ്ട്രക്ക്. ദ ഗസ്റ്റ് ബിഗാൻ ടു വിസ്പർ. വന്ന ഗസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. സോ ഷെയിംലെസ്, സോ അഗ്ലി ആൻഡ് സോ ഷെയിംലെസ്. അവരെന്ത് ചെയ്യാണ്? അവര് പറയാണ് ഒട്ടും കാണാൻ ഭംഗിയില്ല, എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ബോലി, ആർ യു ക്രേസി? ഷൗട്ടഡ് രാംലാൽ. അത് എന്താ ചെയ്യാണ് ബോലിയോട് അച്ഛനായിട്ടുള്ള രാംലാൽ ചോദിക്കുകയാണ്, നിനക്ക് നീ എന്താ ക്രേസി ആണോ? യു വാണ്ട് ടു ഡിസ്ഗ്രേസ് യുവർ ഫാമിലി, ഹാവ് സം റിഗാർഡ് ഫോർ അവർ ഇസാ. അപ്പോ ചോദിക്കുകയാണ്, നമ്മളുടെ ഫാമിലിക്ക് ഒരു പേരുണ്ട് അതൊക്കെ നീ കളയാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കുമ്പോ ബോലി പറയാണ്, ഫോർ ദ സേക്ക് ഓഫ് യുവർ ഇസാ സെഡ് ബോലി, ഐ വാസ് വില്ലിംഗ് ടു മാരി ദിസ് ലെയിം ഓൾഡ് മാൻ. നിങ്ങളുടെ കുടുംബ പേര് അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വയസ്സനായിട്ടുള്ള ഈ മുടന്തനായിട്ടുള്ള ആളെ വിവാഹം കഴിക്കണോ എന്ന് അവൾ ചോദിക്കാൻ. ബട്ട് ഐ വിൽ നോട്ട് ഹാവ് സച്ച് എ മീൻ, ഗ്രീഡി ആൻഡ് കണ്ടംപ്റ്റബിൾ. അവള് റെഡി ആയിരുന്നു വിവാഹം കഴിക്കാൻ, ഷി വാസ് വില്ലിങ്, ഷി വാസ് റെഡി. പക്ഷെ ഈ ഒരു ഗ്രീഡി ആയിട്ടുള്ള പണത്തിനോട് ഇത്രയും അത്യാർത്തിയുള്ള ഈ ഒരാളെന്താണ് വിവാഹം കഴിക്കാൻ അവള് തയ്യാറല്ല. ഐ വോണ്ട്, ഐ വോണ്ട്, ഐ വോണ്ട് എന്ന് അവള് വളരെ എന്ത് ചെയ്യാണ്, ശക്തമായി തന്നെ അവൾ എന്ത് ചെയ്തു, എതിർത്ത് പറഞ്ഞു. വാട്ട് എ ഷെയിംലെസ് ഗേൾ, വി ഓൾ തോട്ട് ഷി വാസ് എ ഹാംലെസ് ഡംകം. ശരിക്കും ആളുകൾ ഞെട്ടുകയാണ് ചെയ്തത്. കാരണം ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്, ഇവള് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണെന്നാണ് എന്ത് ചെയ്തിരുന്നത്, അവര് ചിന്തിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്തു, മാറ്റം വന്നു. ബോലി പറയാണ് violently on the old woman, yes Andy, you are right, you are all thoughts I was a dumb driven cow, that's why you wanted to hand me over to this heartless creature, but now the dumb cow, the stammering fool is speaking. നിങ്ങളൊക്കെ കണ്ടിരുന്ന ആ ഡം കൗ ഇപ്പൊ എന്ത് ചെയ്യാണ്, സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഡു യു വാണ്ട് ടു ഹിയർ മോർ, നിങ്ങൾക്ക് കൂടുതൽ കേൾക്കണോ എന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അവള് വീണ്ടും സംസാരിക്കാൻ പോവാണ്. ബിഷാംബർ ദ ഗ്രോസർ സ്റ്റാർട്ടഡ് ടു ഗോ ബാക്ക് വിത്ത് ഹിസ് പാർട്ടി. ബിഷാംബർ എന്ത് ചെയ്തു, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ദ കൺഫ്യൂസ്ഡ് ബാൻഡ്സ്മാൻ തോട്ട് ദിസ് വാസ് ദ എൻഡ് ഓഫ് ദ സെറിമണി ആൻഡ് സ്ട്രക്ക് അപ്പ് എ ക്ലോസിംഗ് സോങ്. അപ്പോ അവിടെ വന്നിട്ടുള്ള ആ ഒരു ബാൻഡ്സ്മാൻ ഉണ്ട്, അവരെന്ത് ചെയ്യാണ്, ഈ ഒരു പരിപാടിയുടെ ക്ലോസിംഗ് സോങ് ആയിട്ട് എന്ത് ചെയ്യാണ്, അതുകൂടി കഴിഞ്ഞ് അവർ ഒന്ന് പോവാൻ തയ്യാറാവാൻ. Ramlal stood rooted to the ground, his head bowed low with the weight of grief and shame. രാംലാൽ എന്ത് ചെയ്തു, നാണക്കേട് കൊണ്ടും സങ്കടം കൊണ്ടും തല താഴ്ത്തിയിരിക്കുകയാണ്. The flames of the sacred fire slowly died down. Everyone was gone. Ramlal turned to Boli and said, but what about you? No one will ever marry you, no. What shall we do with you? നമ്മൾ എന്താണ് ഇനി ചെയ്യുക എന്നൊക്കെ പറയാൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാൻ. അപ്പോ സുലേഖ സെഡ് ഇൻ എ വോയിസ് ദാറ്റ് വാസ് കാം ആൻഡ് സ്റ്റഡി. സുലേഖ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഡോണ്ട് യു വറി പിതാജി, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഇൻ യുവർ ഓൾഡ് ഏജ് ഐ വിൽ സെർവ് യു ആൻഡ് മദർ ആൻഡ് ഐ വിൽ ടീച്ച് ഇൻ ദ സെയിം സ്കൂൾ വേർ ഐ ലേൺ സോ മച്ച് ഈസ് ഇൻ ദാറ്റ് റൈറ്റ് മാൻ. എന്നെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താണ്, നിങ്ങളുടെ പ്രായമായ സമയത്ത് ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ പഠിപ്പിച്ചോളാം. അതുപോരെ എന്ന് ചോദിക്കാൻ. ദ ടീച്ചർ ഹാഡ് ഓൾ അലോങ് സ്റ്റുഡ് ഇൻ എ കോർണർ. അവളെ പഠിപ്പിച്ച ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ട് വാച്ചിങ് ദ ഡ്രാമ അവിടെ നിൽക്കുന്നുണ്ട്. യെസ് ബോലി, ഓഫ് കോഴ്സ് ഷീ റിപ്ലൈഡ്. ടീച്ചർ എന്താ പറയുന്നത്? യെസ് ബോലി. ആൻഡ് ഇൻ ഹർ സ്മൈലിംഗ് ഐസ് വാസ് ദ ലൈറ്റ് ഓഫ് എ ഡീപ് സാറ്റിസ്ഫാക്ഷൻ that an artist feels when he contemplates the completion of his masterpiece. അവിടെ നിൽക്കുന്ന ടീച്ചർ യഥാർത്ഥത്തിൽ എന്താണ്, ടീച്ചർ വളരെ ഹാപ്പിയാണ്. കാരണം ഇവിടെ എന്താ പറയുന്നത്, ആർട്ടിസ്റ്റ് ഫീൽ ചെയ്യുന്നു വെൻ ഹി കംപ്ലീറ്റ് ഹിസ് വർക്ക്. അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അതാണ് ബോലിയിലൂടെ ടീച്ചർക്ക് ലഭിച്ചത്. സോ ഹിയർ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബോലി എന്ന ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും
കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയൊക്കെ കഥയാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.